ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നിങ്ങളെല്ലാവരും +1 എക്സാം അടിപൊളിയായി തന്നെ എഴുതി പ്ലസ് ടുവിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ഒരു ഗ്യാപ്പിൽ ഏറ്റവും അടിപൊളിയായി തന്നെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും +2 കടക്കുന്ന നിങ്ങൾക്ക് കുറച്ച് ഓർമ്മപ്പെടുത്തലുകളായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. +1 എക്സാമിൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ പലരും വിചാരിച്ചത് എനിക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പാസ്സായാൽ മതി എന്ന് കരുതിയവരായിരുന്നു. പക്ഷെ സൈലത്തിൻ്റെ ലൈവ് ക്ലാസ്സുകളൊക്കെ പ്രോപ്പർലി അറ്റൻഡ് ചെയ്ത് സൈലം നൽകിയ സ്റ്റഡി പ്ലാനുകളൊക്കെ അടിപൊളിയായി ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളിൽ പലരുടെയും ജസ്റ്റ് പാസ്സായാൽ മതി എന്നുള്ള ലക്ഷ്യം മാറിയിട്ട് എനിക്ക് മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ലെവലിലോട്ട് നിങ്ങൾ എല്ലാവരും മാറ്റപ്പെട്ടു. പല പരീക്ഷകളും അതുപോലെ തന്നെ ഗംഭീരമായി തന്നെ നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചു എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ആ നിങ്ങളാണ് +2 ചുവട് വയ്ക്കാൻ പോകുന്നത്. സോ അതേ കോൺഫിഡൻസോടുകൂടി ഗംഭീരമായി തന്നെ നിങ്ങൾ എല്ലാവരും +2 കടക്കണം. അങ്ങനെ കടക്കുന്ന സമയത്ത് നമുക്ക് 2 മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, +1നേക്കാളും വളരെയധികം കണ്ടന്റുകൾ നമുക്ക് +2 പഠിക്കേണ്ടതുണ്ട്. സബ്ജക്റ്റുകളുടെ ചാപ്റ്റേഴ്സിന്റെ വലുപ്പത്തിലാണെങ്കിലും അത് ഉൾക്കൊള്ളുന്ന അതിന്റെ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിലും +1 ഒരു മോനാണെങ്കിൽ +1ന്റെ അപ്പനായിട്ട് വരും +2 എന്ന് പറയുന്നത്. സോ അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അതിനെ വൃത്തിയായി തന്നെ പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിലുപരി നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഫാക്ടർ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽസ് ആണ്. തിയറി എക്സാംസിന് എത്രത്തോളം നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുവോ അതിന്റെ തുല്യമായ പ്രാധാന്യം നിങ്ങൾ ആർക്ക് കൂടി കൊടുക്കേണ്ടതുണ്ട്? പ്രാക്ടിക്കൽസിന് കൂടി കൊടുക്കേണ്ടത്. ആ പ്രാക്ടിക്കൽസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പല കുട്ടികളും പ്രോപ്പറായിട്ട് തന്നെ സ്കൂളിനകത്തുള്ള ലാബ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. പല അസുഖങ്ങളും, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, പല അസുഖങ്ങൾ വരാം, പല തിരക്കുകൾ മൂലം പല ലാബ് ക്ലാസ്സുകളും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. അങ്ങനെ ലാബ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചാലും നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയ രീതിയിൽ നിങ്ങൾക്ക് ആ എക്സ്പെരിമെൻറ്റ് തറവായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അതിനാൽ തന്നെ പല എക്സ്പെരിമെൻറ്റുകളും പല കുട്ടികൾക്കും വൃത്തിയായി തന്നെ അറിയണമെന്നില്ല. അതെല്ലാം നിങ്ങളുടെ സീനിയേഴ്സ് ഞങ്ങളുമായി കൺവേ ചെയ്ത കൺസേൺസ്. സിമിലർ വേ പ്രാക്ടിക്കൽ ജസ്റ്റ് ഒന്ന് എക്സ്പെരിമെന്റ് പ്രൊസീഡ് ചെയ്താൽ മാത്രം പോരാ, അത് വൃത്തിയായി ചെയ്താൽ മാത്രം പോരാ, അത് പ്രോപ്പർലി ടാബുലേറ്റ് ചെയ്യണം. അതിന്റെ കാൽക്കുലേഷൻസ് പ്രോപ്പർലി എഴുതാൻ നിങ്ങൾ സജ്ജരായിരിക്കണം. സോ പ്രാക്ടിക്കൽസ് എക്സ്പെരിമെന്റിൽ ചെയ്യുന്ന പോലെ തന്നെ, പ്രൊസീഡിങ്സ് പോലെ തന്നെ റെക്കോർഡ് വർക്കുകളും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ റെക്കോർഡ് വർക്കുകൾക്ക് ഊന്നൽ നൽകുന്ന സമയം എന്ന് പറഞ്ഞു വെച്ചാൽ പൊതുവെ ഇംപ്രൂവ്മെന്റ് ടൈമിലാണ്, ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ആ ഒരു പീരീഡിലാണ് നിങ്ങൾക്ക് റെക്കോർഡ് വർക്കുകളും കൂടുതലായിട്ട് ചെയ്യേണ്ടി വരിക. അതായത് ഇംപ്രൂവ്മെന്റ് എക്സാം ഒന്ന് തീർന്നു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് കാത്തിരിപ്പുള്ളത് പ്രാക്ടിക്കൽസ് ആയിരിക്കും. സോ അതിനിടയിൽ ഗംഭീരമായി തന്നെ നമുക്ക് +2 വേണ്ടി പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽസിന്റെ റെക്കോർഡ് വർക്കുകളുണ്ട്, പ്രാക്ടിക്കൽ ലാബ് ക്ലാസ്സുകൾ മിസ്സായവ ഒന്നുകൂടിയൊക്കെ പഠിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. സോ ഇതെല്ലാം വലിയൊരു ബേർഡനിലോട്ടാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. സോ ഇതൊക്കെ നമുക്ക് വ്യക്തമായ രീതിയിൽ ക്രാക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ കേട്ട് അയ്യോ സാറേ എനിക്ക് പേടിയാവുന്നു, +2 വലിയൊരു പണിയാണല്ലോ ഞങ്ങൾക്ക് തരാനിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ പലരും ആലോചിക്കുന്നുണ്ടാവും. മക്കളെ, ആ ആലോചനയ്ക്കപ്പുറം ഇത്രയും വലിയ +1 നമ്മൾ ക്രാക്ക് ചെയ്തില്ലടാ. നിങ്ങൾക്ക് ജസ്റ്റ് പാസ് മതി എന്ന് പറഞ്ഞ ലെവലിൽ നിന്ന് എനിക്ക് ഫുൾ മാർക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന ലെവലിലോട്ട് നിങ്ങളെ ഞങ്ങൾ മാറ്റിയെടുത്തില്ലടാ മക്കളെ. സോ അങ്ങനെയുള്ള ഞങ്ങൾക്ക് +2 എന്ന് പറഞ്ഞാൽ പൂ പറിക്കും പോലെ നിസ്സാരമായ ഒന്ന് തന്നെയാണ്. അത് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്ക് അത്രത്തോളം ഉറപ്പുള്ള ഒന്നാണ്. സോ അതിനാൽ തന്നെ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ, ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ പ്രോപ്പറായി നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം സൈലത്തിന്റെ ആപ്പിനകത്ത്, നമ്മുടെ അഗ്നി ബാച്ചിനകത്ത് എല്ലാ പ്രാക്ടിക്കൽ ക്ലാസ്സുകളും അടിപൊളിയായി റെക്കോർഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓരോ എക്സ്പെരിമെന്റുകളും എങ്ങനെ ചെയ്യണം എന്ന വ്യക്തമായ പ്രസന്റേഷനിലൂടെ ആ വീഡിയോസ് നമ്മുടെ ആപ്പിനകത്ത് നിങ്ങൾക്ക് ആക്സസബിൾ ആണ്. റെക്കോർഡുകൾ എങ്ങനെ ചെയ്യണം, കാൽക്കുലേഷൻസ് എങ്ങനെ എഴുതണം, ഗ്രാഫ് എങ്ങനെ വരയ്ക്കണം എന്ന വ്യക്തമായ ഡീറ്റെയിലിംഗും ആ വീഡിയോക്കകത്തുണ്ട്. സോ മക്കളെ, നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സൈലം ടീം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് മക്കളെ. സോ എല്ലാവരും ഉടനെ തന്നെ നമ്മുടെ സ്വന്തം അഗ്നി ബാച്ചിനകത്ത് ജോയിൻ ചെയ്യുക. എല്ലാത്തിനുമുള്ള സൊല്യൂഷൻ അഗ്നി ബാച്ചിനകത്ത് അവൈലബിൾ ആണ്. അഗ്നിയിൽ കണ്ടുമുട്ടാം.